ദില്ലിയിൽ രാഹുൽ ഗാന്ധിയെ ബാറ്റ്മാനോട് ഉപമിച്ചത് പോസ്റ്റർ വന്നിരിക്കുകയാണ് അത്രേ. കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. അമാനുഷിക കഥാപാത്രമായ ബാറ്റ്മാനായി ചിത്രീകരിച്ചുകൊണ്ട് ദില്ലി പ്രദേശ് യൂത്താണ് പോസ്റ്ററുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. YS അഭിനന്ദാണ് ചേരുന്നത്. അഭിനന്ദ, എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധിയെ ബാറ്റ്മാൻ എന്ന സൂപ്പർ ഹീറോ ആക്കിയത്? ഒരുപാട് സൂപ്പർ ഹീറോകൾ ഉണ്ടല്ലോ, എന്തുകൊണ്ടായിരിക്കും ബാറ്റ്മാനെ തിരഞ്ഞെടുത്തത്? വിനീത, ഗുഡ് ഈവനിങ്. സാധാരണ സൂപ്പർ ഹീറോയെക്കാളും ശക്തിയുള്ള അല്ലെങ്കിൽ വലിയ ശക്തിയൊന്നും ഇല്ലാത്ത ആളാണ് ബാറ്റ്മാൻ. പക്ഷേ പോരാട്ട വീര്യമാണ് ബാറ്റ്മാനിനെ വ്യത്യസ്തനാക്കുന്നത്. അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഉപമിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ള ദില്ലി 24 അക്ബർ റോഡിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് മുന്നിലാണ്. പഴയ കോൺഗ്രസ് ആസ്ഥാനമാണ്. അവിടെയാണ് ഈ കാണുന്ന കണക്കുള്ള പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ ദില്ലി പ്രദേശ് കമ്മിറ്റിയാണ് ഇത്തരത്തിലേക്ക്. രാഹുൽ ഗാന്ധി പുറത്തെ സൈഡിലിരിക്കുന്നു, തൊട്ടപ്പുറത്ത് ബാറ്റ്മാൻ. ഈ ബാറ്റ്മാൻ എന്ന് പറയുമ്പോൾ ഒരു വാച്ച്ഫുൾ പ്രൊട്ടക്ടറാണ്, സൈലന്റ് ഗാർഡിയൻ ആണ്, നിശബ്ദനായ രക്ഷകർത്താവാണ് രാഹുൽ ഗാന്ധി എന്നാണ് വ്യക്തമാക്കി. ഇതിനകത്തൊരു അടിസ്ഥാനമുണ്ട് വിനീത്. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ ഇൻസ്റ്റാഗ്രാമിലെ ജെൻസികൾക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ രാഹുൽ ഗാന്ധി തുടങ്ങുന്നത്. ആസ്ക് മീ എനിത്തിങ് എന്ന് പറഞ്ഞൊരു സെഷൻ ആയിരുന്നു. എന്തും ചോദിക്കൂ എന്നുള്ള സെഷൻ. ആ സെഷനകത്ത് താങ്കൾ ബാറ്റ്മാൻ ആണോ, ആർ യു എ ബാറ്റ്മാൻ എന്ന് ഒരാൾ ചോദിക്കുന്നു. അപ്പോൾ രാഹുൽ ഗാന്ധി അതിന് ഹാസ്യരൂപേണ ഒരു മറുപടി നൽകി. ഞാൻ ബാറ്റ്മാൻ ആണ്, ഞാൻ ബാറ്റ്മാനൊപ്പം ഒരുമിച്ച് ഒരു ഇരുട്ടുള്ള മുറിയിൽ ഇരുന്നിട്ടുണ്ട് എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ദില്ലി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ ഒന്നിച്ച് ബാറ്റ്മാനോട് ഉപമിച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. 24 അക്ബർ റോഡിലെ ASSC ആസ്ഥാനത്ത് ഒരു പോസ്റ്ററൊന്നും അല്ല വിനീതാണ്ട്, ഇതുപോലെ ഒരുപാട് പോസ്റ്ററുകൾ നമുക്ക് കാണാൻ കഴിയും. അക്ഷയ് ലാക്ര എന്നത് ഇവിടെ ദില്ലി യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തി പോസ്റ്ററുകൾ നിർമ്മിക്കുകയായിരുന്നു. എന്താ നല്ല രസമുണ്ട് വിനീത കാണാൻ. ഒരു സൈഡ് രാഹുൽ ഗാന്ധിയുടെ ലുക്കിന് ചേരും ബാറ്റ്മാൻ. നന്നായി ചേരുന്നുണ്ട് വിനീത. കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ദ സൈലന്റ് ഗാർഡിയൻ ആണ്. കാരണം ഇപ്പോഴത്തേക്ക് പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട്, ഒപ്പം തന്നെ മെനഞ്ഞാന്നത്തെ പ്രതിഷേധമൊക്കെ കണ്ടതടക്കം ഇന്നൽ പ്രതിഷേധമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കും, പക്ഷെ ഒരു വയലന്റ് ആയി മാറുന്ന രാഹുൽ ഗാന്ധി കാണും. അതുകൊണ്ടായിരിക്കാം ബാറ്റ്മാനോട് ഉപമിച്ച് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ. എന്തായാലും നല്ല ഭംഗിയുണ്ട്. സൈലന്റ് ഗാർഡിയൻ. ശരി, ഈ തെരുവുകളിൽ മാത്രമല്ല കേട്ടോ അഭിനന്ദ, സോഷ്യൽ മീഡിയയിലും ഈ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിയെ ബാറ്റ്മാനൊക്കെ ചിത്രീകരിച്ചുകൊണ്ട് നിരവധി പോസ്റ്റുകളും നമ്മൾ കാണുന്നുണ്ട്. ഏതായാലും ദില്ലി പ്രദേശ് യൂത്ത് കോൺഗ്രസിലാണത്രേ അവിടെ തെരുവുകളിൽ ബാറ്റ്മാനോട് ഉപമിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. അഭിനന്ദ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.